ഓക്കെ, നമുക്ക് വളരെ രസകരമായൊരു വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ സംസാരത്തിന്റെ സ്വരത്തിന് നിങ്ങളുടെ വീടിന്റെ മൊത്തത്തിലുള്ളൊരു എനർജി മാറ്റാൻ കഴിയുമോ? നമ്മൾ പലപ്പോഴും അത്ര ശ്രദ്ധിക്കാത്ത എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, വീട്ടിലൊരു ചെറിയ വഴക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഒരു വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നത്? ആരും ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല, പക്ഷെ ആ റൂമിൽ എന്തോ ഒരു അസ്വസ്ഥത തങ്ങി നിൽക്കുന്നത് പോലെ. എന്തുകൊണ്ടായിരിക്കും അത്? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളുണ്ടല്ലോ, അത് പറഞ്ഞ ഉടനെ അങ്ങ് മാഞ്ഞു പോകുന്നില്ല. അവ ആ അന്തരീക്ഷത്തിൽ കുറേ നേരത്തേക്ക് അങ്ങനെ തങ്ങി നിൽക്കും. ആ വാക്കുകളുടെ ഒരു മൂർച്ച വായുവിൽ അലിഞ്ഞു ചേർന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ആ വഴക്കിനു ശേഷമുള്ള നിശബ്ദത, ഹോ, അത് ചിലപ്പോ പറഞ്ഞ വാക്കുകളേക്കാൾ ഭാരമുള്ളതായിരിക്കും, അല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ആ ഒരു ടെൻഷൻ അവിടെയുള്ള എല്ലാവർക്കും കൃത്യമായി അറിയാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന ഭാരം, ഈ അനുഭവം, ശരിക്കും പറഞ്ഞാൽ അതൊരു തരം നെഗറ്റീവ് എനർജിയാണ്. നമ്മുടെ സംസാരത്തിലെ ആ ഒരു കയ്പിൽ നിന്ന് വരുന്ന ഒരു ഊർജം, അത് വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയും. അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതിന്റെ ഉത്തരം ഒരുപക്ഷേ വളരെ പുരാതനമായ ചില അറിവുകളിലായിരിക്കാമുള്ളത്. നമുക്കതൊന്ന് നോക്കിയാലോ? നമ്മുടെ സംസാരം എന്ന് പറയുന്നത് വെറും കുറച്ച് ശബ്ദങ്ങൾ മാത്രമല്ല. അത് നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയെ, നമ്മുടെ ഉള്ളിലെ ഊർജത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വഴിയാണ്. നമ്മുടെ മനസ്സ് എങ്ങനെയുണ്ടോ അത് നമ്മുടെ വാക്കുകളിലൂടെയും അതിന്റെ ടോണിലൂടെയും പുറത്തേക്ക് വരും. ഈയൊരു ഉദ്ധരണി നോക്കൂ, ഇത് വളരെ ശക്തമാണ്. നമ്മുടെ വാക്കുകളെ വെറും ശബ്ദമായിട്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു എനർജിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം, ഇതൊക്കെ പണ്ടത്തെ വിശ്വാസങ്ങളല്ലേ എന്ന്. എന്നാൽ ആധുനിക ശാസ്ത്രം ഇപ്പോഴിതിന് വ്യക്തമായ തെളിവുകൾ തരുന്നുണ്ട്. നമുക്ക് തലച്ചോറിന്റെ ശാസ്ത്രത്തിലേക്കൊന്ന് പോകാം. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലൊന്നായ പ്രിൻസ്റ്റണിൽ നടന്ന ഒരു പഠനമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെയാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. നമ്മൾ ഒരാളോട് നല്ല രീതിയിൽ ഒരേ മനസ്സോടെ സംസാരിക്കുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും തലച്ചോറുകൾ ഒരേപോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. അതിനെയാണ് ന്യൂറൽ കപ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ബ്രെയിൻ വേവ്സ് സിങ്ക് ആവുന്നു. 40%. ഈ ഒരു നമ്പർ ഓർത്തുവെച്ചോളൂ. എന്താണ് ഈ 40% എന്നല്ലേ? നമ്മുടെ സംഭാഷണം വളരെ പോസിറ്റീവും സ്നേഹത്തോടെയും ആകുമ്പോൾ നമ്മുടെ തലച്ചോറിലെ സ്ട്രെസ്, അതായത് പിരിമുറുക്കം, കുറയുന്നത് ഈ ഒരളവിലാണ്. 40% കുറവ്, അത് ചെറിയ കാര്യമല്ല. ഈ ചാർട്ട് നോക്കിയാൽ കാര്യം കൃത്യമായി മനസ്സിലാകും. കഠിനമായ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുന്നു. അതേസമയം ശാന്തമായ സ്വരം ഉപയോഗിക്കുമ്പോൾ അത് ഗണ്യമായി കുറയുന്നു. അപ്പോൾ ഇത് വെറും തോന്നലല്ല, അളക്കാൻ പറ്റുന്ന ഒരു ശാരീരിക മാറ്റം തന്നെയാണ്. ശരി, അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലായി. ഇനി ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഉപയോഗിക്കാം? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മുടെ ശബ്ദത്തിന്റെ ടോൺ നിയന്ത്രിക്കുന്നത് വെറുതെ ഒരു നല്ല ഫീലിനു വേണ്ടി മാത്രമല്ല, അത് നമ്മുടെ വീടിന്റെ അന്തരീക്ഷം തന്നെ ആരോഗ്യകരമാക്കാനുള്ള ഒരു വലിയ ശക്തിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ശബ്ദമൊന്ന് ശ്രദ്ധിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണെന്ന്. വീട്ടിലെ വഴക്കും പിരിമുറുക്കവും കുറയും, അവിടെ ഒരു പോസിറ്റീവ് എനർജി വരും, ബന്ധങ്ങൾ കൂടുതൽ നന്നായിത്തീരും, പിന്നെ നമ്മുടെയൊക്കെ മാനസികാരോഗ്യത്തിനും അത് വളരെ നല്ലതാണ്. അപ്പോ നിങ്ങളുടെ വീടിന്റെ ഊർജം തീരുമാനിക്കാനുള്ള ശക്തി നിങ്ങളുടെ ശബ്ദത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ശബ്ദം എന്തായിരിക്കും തിരഞ്ഞെടുക്കുക? പിരിമുറുക്കുമോ അതോ ശാന്തതയോ? തീരുമാനം നിങ്ങളുടേതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു പ്രൊഫഷണൽ ഉപദേശമായി ഇതിനെ കാണരുത്. കേട്ട എല്ലാവർക്കും നന്ദി.